ഹലോ, ഈ ഒരു ഇലവാട്ടൽ കാണുമ്പോഴേ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണോ എന്താണെന്ന്? അതെ, പൊതിച്ചോറ് കെട്ടുന്നത് തന്നെയാണ്. ആർക്കെന്നല്ലേ, എനിക്ക് തന്നെ കഴിക്കാനാണ്. പെട്ടെന്നാണ് സൺഡേയിലിരിക്കുമ്പോൾ ഒരു ആഗ്രഹം തോന്നിയത് പൊതിച്ചോറ് കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എടുത്തു. കുറച്ച് കപ്പയും മീൻകറിയും മോരുകറിയും പൊരിച്ച മീനും അച്ചാറും പിന്നെ നല്ല ചുമന്ന ചീര നാട്ടിൽ നിന്ന് ഉള്ളതുപോലത്തെ അതേ ടേസ്റ്റിൽ ഗ്രീൻ കോറിഡോർ എന്ന ഷോപ്പിൽ നിന്ന് ഞാൻ മുൻപ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങിയതാണ്. ആ കടയിൽ നിന്ന് വാങ്ങിയ ചീരത്തോരനും ഒക്കെ വെച്ച് ഞാൻ ചോറൊക്കെ കെട്ടി. ചോറ് കെട്ടുമ്പോഴേ എൻ്റെ ഡോറ വന്ന് നോക്കുന്നുണ്ട്, എവളെങ്ങോട്ടാണ് ഈ ചോറൊക്കെ കെട്ടി പോകുന്നതെന്ന്. പിന്നെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അതും പോയി. പിന്നെ നല്ലവണ്ണം തന്നെ ഒന്ന് പൊതിച്ചോറ് കെട്ടി. ഇലയിലായതുകൊണ്ട് ഇത് കഴിക്കാനും ഒരു ടേസ്റ്റാണ്. ചൂടോടെ കെട്ടി വെച്ചു. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഇനി കഴിക്കത്തുള്ളൂ. ഒരുപാട് ദിവസത്തെ ഒരാഗ്രഹമായിരുന്നു പൊതിച്ചോറ് കെട്ടണമെന്ന്. ഞാനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ടെറസിൻ്റെ മേളിലാണ് വന്നത്. ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ട് കഴിക്കാൻ, പൊതിച്ചോറ് കഴിക്കാൻ. ബായ് പറ. ഇനി ഇവിടെ എൻ്റെ കൃഷിത്തോട്ടം, ഇവിടെയൊക്കെ പയറൊക്കെ ഇട്ടിട്ടുണ്ട്. പയർ എല്ലാം ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇന്നൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പൊതിച്ചോറ് തുറന്നപ്പോൾ തന്നെ താരക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. മീൻ കണ്ടപ്പോൾ അവൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഞങ്ങളുടെ കൂടെ ഇവിടെ വളർന്നപ്പോൾ തന്നെ അവൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. മീനും എല്ലാം മുട്ടയും എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഞാനും ഗുള്ളും താരക്കുട്ടിയും കൂടെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റും അടിപൊളി ടേസ്റ്റും നല്ല സിറ്റുവേഷനും ഒക്കെയാണ്. താങ്ക് യു.